ജസ്റ്റിസ് ശ്രീ കമാൽ പാഷ കൂടി ചേർന്നു. ശ്രീ കമാൽ പാഷ, ഈ വധശിക്ഷയെ തൂക്കുകയറിനെ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഇപ്പൊ ഇതിലെ ജീവപര്യന്തല്ലേ കിട്ടിയേക്കുന്നേ? അല്ലല്ല, വധശിക്ഷ തൂക്കുകയറാണ്. വധശിക്ഷ കൊടുത്തേക്കുന്നു അതില്. വധശിക്ഷയാണ് സാർ, വധശിക്ഷയാണ്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ലൈഫ് എന്ന് ഇവിടെ ആരോ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വാർത്ത കണ്ട് ഞാൻ ഒരു മീറ്റിംഗിൽ ഇരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ ഇറങ്ങിയുള്ളൂ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും വധശിക്ഷയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇതിലെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും നോക്കണം വധശിക്ഷയ്ക്ക്. റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതായത് സ്പെഷ്യൽ ഫാക്ട്സ് കാണണം. ഇത് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, സ്പെഷ്യൽ ഫാക്ട്സ് ഒക്കെ ഉണ്ട്. കാരണം ഒരു തന്നെ കഷായത്തിനകത്ത് വിഷം കലർത്തി അങ്ങ് കൊടുത്തതാണ്, കഷായം കൊടുത്തു. ഈ കഷായം വാങ്ങിച്ച് കുടിക്കാൻ പോയ എന്തിനാന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ കാര്യമുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തില് ഈ ഞാൻ പറഞ്ഞു കേട്ട് മനസ്സിലായത്, എനിക്ക് അറിഞ്ഞൂടാ, ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് കാൽക്കുലേറ്റഡ് ആയിട്ട് പ്രീമെഡിറ്റേറ്റഡ് ആണ്. അതിനെ കൊല്ലാൻ വേണ്ടി തന്നെ കൊടുത്തതാണ്, സംശയമില്ല. കാരണം ഇത് വിളിച്ചു വരുത്തി അങ്ങനെ കൊന്നതാണ്. ഈ വിളിച്ചു വരുത്തി കൊല്ലാൻ ഇടയായത് എന്താണ്? ഇതിന്റെ കാരണം ഇതിന് വേറെ ഒരു കല്യാണാലോചന വന്നു, ഒരു സൈനികനുമായിട്ട് അങ്ങാണ്ടുള്ള കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ഈ പെണ്ണിനെ വിടാൻ പറ്റത്തില്ല. ഇവന്റെ കയ്യില് ഇതിന്റെ ആയിട്ടുള്ള കോംപ്രമൈസിങ് പൊസിഷനുള്ള ഏതോ ഫോട്ടോകളോ 5-6 ബിറ്റ്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ നിന്ന് ന്യൂസിൽ നിന്ന് ഞാൻ കണ്ടേക്കുന്നതാണ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവസാനം ഇവളങ്ങ് തീരുമാനിച്ചു അവനെ അങ്ങ് തട്ടിയേക്കാമെന്ന്. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, സംശയമൊന്നുമില്ല. കമാൽ പാഷ, ഇത് ശിക്ഷാവിധി പ്രഖ്യാപനത്തിനിടയിൽ താങ്കൾ ഈ പറയുന്ന വാദങ്ങൾ തന്നെ പ്രതിഭാഗം കോടതിയിൽ ശക്തമായി തന്നെ വാദിച്ചതാണ്. പക്ഷേ കോടതി പറയുകയാണ് ഈ പറയുന്ന രീതിയിൽ വിഷം കലർത്തിയ കാര്യം ഷാരോൺ അറിയുമ്പോഴും മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചു. ആ പ്രണയത്തിന്റെ തീവ്രത അപ്പോൾ പോലും വിടുന്നുണ്ടായിരുന്നില്ല. പ്രണയത്തോട് അത്രത്തോളം ആത്മാർത്ഥമുള്ളായിരുന്നു ഷാരോൺ. ആ പ്രണയത്തെ ക്രൂരമായ രീതിയിൽ വഞ്ചനാപൂർവ്വം കൊന്നുകളഞ്ഞു എന്നത് കോടതി വളരെ വളരെ ഗൗരവത്തിൽ കാണുന്നു. ശ്രീ കമാൽ പാഷ, അതെ, അത് കണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പെൺകുട്ടിയെ അവന്റെ ക്ലച്ചസിൽ നിന്ന് പാൻ അവൻ സമ്മതിക്കുകയില്ല. ഈ പെൺകുട്ടിയെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവസാനം അത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷം കലർത്തി കൊല്ലാന്നല്ല പറയുന്നത്. പക്ഷേ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് മാറാവുന്നതായിരുന്നു അത് ഒന്ന്. അത് മാത്രമല്ല, പിന്നെ ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കണക്കാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ജീവപര്യന്തം തടവായിട്ട് കൊടുക്കാവുന്നതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ഇത് ഒരു വധശിക്ഷ കൊടുക്കാൻ പറ്റിയ ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോടതി പറയുന്നത് ഇതെന്താണ്, ഇതിപ്പോ 14 നാൾ അങ്ങേയറ്റം വേദന നെഞ്ചിഞ്ചായിട്ടാണ് ഷാരോൺ മരിക്കുന്നത്. നാക്കടർന്നു പോയി, ആന്തരിക അവയവങ്ങളിൽ രക്തവാർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും വേദന അനുഭവിച്ച് അങ്ങേയറ്റം വേദന തിന്ന് ഷാരോൺ ഇല്ലാതായി പോകുന്നു. മാത്രമല്ല, ഇത് സ്ലോ പോയിസണിങ്, ഘട്ടം ഘട്ടമായി കൊല്ലുക എന്ന വളരെ സമർത്ഥമായ ക്രൂരകൃത്യം എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു തവണ ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി കൊടുത്ത് കൊല്ലാൻ നോക്കി, അത് വധശ്രമമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയാൻ കഴിയില്ല തുടങ്ങി ഒരു കൺവിൻസിംഗ് ആയ ഒരു വിധിന്യായം അതിലുണ്ടെന്ന് തോന്നുന്നു. ശ്രീ കമാൽ പാഷ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു റെയറായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ കേസ്. അതായത് റെയറായിട്ട് വരാവുന്നതാ. പക്ഷെ എന്നാലും അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് നോക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ അത് ഒരു റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇവന്റെ ക്ലച്ചസിൽ നിന്ന് പെണ്ണിന് പോകണം, അത് സമ്മതിക്കുന്നുമില്ല അവൻ. അങ്ങനെ വന്നാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു റീസൺ ഉണ്ട് അതിന്. ആ റീസൺ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് മാറാൻ സാധ്യതയില്ല. അല്ല ശ്രീ കമാൽ പാഷ, ഇത് ഈ കാലത്തെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി കൊന്നുകളയാം എന്ന് തീരുമാനിക്കാവോ? അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിക്കുക എന്നുള്ളതല്ല. കാരണം ഇവന്റെ കയ്യില് ഇതിന്റെ പടങ്ങളിരിപ്പുണ്ട്. പ്രശ്നം അത് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ മാർഗമില്ല, അതിന് കല്യാണം നടക്കത്തില്ല. പിന്നെ ആ സൈനികൻ കല്യാണം കഴിക്കുമോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അവനെ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇതിനകത്തൊക്കെ വഴിവെച്ചത്. ആ റിലേഷൻഷിപ്പ് അതിനെ അവസാനിപ്പിക്കണം. അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവനങ്ങ് വിട്ടിട്ട് പോയാൽ പോരെ, അതവൻ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരുണ്ട് ചിലര്. അങ്ങനെ വന്നേക്കുന്നതാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് മാറാവുന്ന ഒരു കാര്യമാണ്. അല്ല അവനെ ഒഴിവാക്കാന്നുള്ളതല്ല പ്രശ്നം. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ അപ്പീൽ സാധ്യത എന്താണ് ശ്രീ കമാൽ പാഷ? ഇപ്പോ ഗോവിന്ദച്ചാമിക്ക് താങ്കൾ വധശിക്ഷ വിധിച്ച ആണ്. അതിന് മുകളിലേക്ക് പോയപ്പോൾ ആ വധശിക്ഷ ഇല്ലാതായി എന്ന് പറയുന്നത് മട്ടിൽ ഇത് ശാസ്ത്രീയ തെളിവുകളൊക്കെ പോലീസിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് കോടതി. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചത് ഏതെങ്കിലും തരത്തിൽ ഒരു
ഫുൾ പ്രൂഫാണ്. അത് ഏതെങ്കിലും വിധത്തിൽ പഴുതുകളില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പീൽ ഏതെങ്കിലും അതിന് തെളിവൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് കാരണം കൺവിക്ഷന് നല്ല തെളിവ് കാണും, അതുകൊണ്ടാണല്ലോ കൺവിക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ ഈ ശിക്ഷയുടെ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ അവനെ ഈ പെൺകുട്ടിയെ കൺവിക്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അത് വെദർ ഡെത്ത് ആണ്, അതായത് ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസുകളിലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ആ ജീവപര്യന്തം തടവെന്ന് പറയുന്നത് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസുകളിലേ നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഒരു ഇത്രയും നാൾ ജയിൽ ശിക്ഷ വരുന്നതല്ലേ. ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലല്ല. ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫോർ ലൈഫാണ്. അല്ലാതെ പിന്നെ സർക്കാരിന് മാത്രമേ ഉള്ളൂ റെമിഷൻ കൊടുക്കാൻ. ഇങ്ങനെയുള്ള കേസിലൊന്നും എളുപ്പമൊന്നും റെമിഷൻ ഒന്നും കൊടുക്കാനൊന്നും സർക്കാർ ശ്രമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഒരു ജീവപര്യന്ത ശിക്ഷയായിരുന്നു ഇത് ശരി എന്ന് അഭികാമ്യം എന്നാണ് എന്റെ അഭിപ്രായം ഇതിനകത്ത്. താങ്ക് യു ജസ്റ്റിസ് കമാൽ പാഷ. ഹൈക്കോടതി മുൻ ജഡ്ജിയാണ്. നിയമപരമായ മറ്റൊരു വീക്ഷണകോൺ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുകയാണ്. പക്ഷേ ഈ ശിക്ഷ വിധിച്ച AM ബഷീർ എന്ന് പറഞ്ഞ ജഡ്ജിക്ക് എന്തുകൊണ്ട് തൂക്കുകയർ നൽകണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് താനും. അത് ആ വിധിന്യായത്തിൽ കൂടി അദ്ദേഹം പറയുന്നുമുണ്ട്.